സൗന്ദര്യം എന്നത് മനസ്സിനുണ്ട്, ശരീരത്തിനുണ്ട്, ആത്മാവിനുമുണ്ട്. നമ്മളൊരാളെ ആദ്യമായി കാണുമ്പോൾ ഒരുപക്ഷെ ബാഹ്യമായ സൗന്ദര്യം, ശരീരത്തിൻ്റെ സൗന്ദര്യമാണ് ശ്രദ്ധിക്കുക. എന്നാൽ കുറച്ചുകൂടി അടുത്ത് അറിയുമ്പോൾ മനസ്സിൻ്റെ സൗന്ദര്യം നമ്മൾ ശ്രദ്ധിക്കുന്നു. എന്നാൽ ദൈവം ഒരാളെ കാണുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് നോക്കുന്നു, ആത്മാവിൻ്റെ സൗന്ദര്യം കാണുന്നു. വെളിപാട് പുസ്തകത്തിൽ മനോഹരമായൊരു ചിത്രമുണ്ട്. സൂര്യനെ വസ്ത്രമായി അണിഞ്ഞ മനോഹരിയായ ഒരു സ്ത്രീ. ഒരാൾക്ക് സൂര്യനെ തന്നെ, പ്രകാശം തന്നെ വസ്ത്രമായി അണിയാൻ പറ്റുക എന്ന് പറയുമ്പോൾ എത്ര വലിയ സൗന്ദര്യമായിരിക്കും. അവൾ ദൈവത്തിൻ്റെ പ്രകാശം വന്ന് നിറഞ്ഞവളായിരുന്നു. ദൈവദൂതൻ പറഞ്ഞ പോലെ, നന്മ നിറഞ്ഞവളെ. ഈ പ്രകാശം വസ്ത്രമായി കിട്ടിയത് അവൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ അവളൊരു പാത്രമായി നിന്നു. ദൈവത്തിൻ്റെ പ്രകാശത്തിന് വന്ന് ഒഴുകി അവളിൽ നിറയാൻ കഴിയുന്ന വിധത്തിൽ അവളുടെ ആത്മാവിൽ, അവളുടെ ശരീരത്തിൽ, അവളുടെ മനസ്സിൽ ദൈവം വന്നു നിറഞ്ഞു. ദൈവത്തിന് പ്രവേശിക്കാൻ കഴിയാത്ത ഒന്നും അവളിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ ഈ പ്രകാശത്തിന് കടന്നു വരാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ? നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും ആ പ്രകാശത്തിന് വരാൻ ഇടം കൊടുക്കാവുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരം രൂപപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കും ഈ അമ്മയെപ്പോലെ, പരിശുദ്ധ കന്യകയെപ്പോലെ പ്രകാശം വസ്ത്രമായിട്ട് മാറിയ ഒരുവളായിട്ട് മാറാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉത്തരീയം, അവൾ ഏറ്റവും വലിയ സ്നേഹത്തോടെ ഈ മേലങ്കി നൽകിയ ഒരു കൂട്ടം മനുഷ്യരാണ് കർമ്മലിത്തർ. അവളുടെ ഈ വിശുദ്ധ വസ്ത്രം, അത് പ്രതിനിധാനം ചെയ്യുന്ന വിശുദ്ധി, ദൈവത്തോടുള്ള സമർപ്പണം, ജീവിതത്തിലുള്ള ആത്മശുദ്ധി, അതൊക്കെ നിലനിർത്തുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് അവൾ കർമ്മലിത്തർക്ക് നൽകിയ മനോഹരമായ ഒരു വിശുദ്ധ വസ്ത്രം. സൈമൺ സ്റ്റോക്ക് എന്ന വിശുദ്ധന് അന്ന് കർമ്മലിത്തരുടെ പല ബുദ്ധിമുട്ടുകളിലും മാതാവിൻ്റെ സഹായം തേടേണ്ടി വന്നു. അവർക്ക് തുണയായി മാറിയത് ഈ വിശുദ്ധ വസ്ത്രത്തിൻ്റെ അടയാളത്താലാണ്. നമുക്ക് കർമ്മലിത്തരുടെ ആത്മീയതയുടെ വളരെ മനോഹരമായ ഒരു ധ്യാനമാണ് കർമ്മല മാതാവിനെ കുറിച്ചുള്ള ധ്യാനം. അവള് എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രകാശത്തെ സ്വീകരിച്ചത്? അവളൊരു കണ്ണാടി പോലെ ഇരുന്നു. അതായത് ആ പ്രകാശത്തിന് പൂർണ്ണമായും കടന്നു വരാൻ സാധിക്കുന്ന വിധത്തിൽ അവളുടെ കണ്ണാടി തെളിമയുള്ളതായിരുന്നു. നമുക്കറിയാം, പ്രകാശം കടന്നു പോകുമ്പോൾ അതിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായും കടത്തിവിടില്ല. അപ്പോൾ അവൾക്ക് ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം കടത്തിവിടാനായിട്ട് സാധിച്ചു. അവൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണല്ലോ, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവൾക്ക് അവളുടെ ഉള്ളിൽ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥ, അതായത് അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മനോഹാരിത, സ്നേഹം, സൗന്ദര്യം, കൃപ, ഇതൊക്കെ വെളിപ്പെടുത്തുന്നതായി മാറി. അവളുടെ മനസ്സ് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൽ ആനന്ദിച്ചു. എന്ന് വെച്ചാൽ മറ്റൊന്നും തേടാത്ത മനസ്സ്, ദൈവത്തിനേക്കാൾ ഉപരിയായി വേറൊന്നും ആഗ്രഹിക്കാത്തൊരു മനസ്സിന് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആനന്ദിക്കാൻ സാധിക്കും. അവളുടെ ശരീരത്തിൽ ദൈവം വന്നു പിറന്നു. അതുകൊണ്ട് തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ശേഷം അവള് മിഴിപൂട്ടി ഉള്ളിലേക്ക് നോക്കി ധ്യാനിക്കുന്നവളായിട്ട് മാറി. അവൾക്ക് ഉള്ളിൽ ഈ ദൈവം വളരുന്ന സാന്നിധ്യം ആത്മാവിലും മനസ്സിലും ശരീരത്തിലും അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഉള്ളിലേക്ക് നോക്കി ഉള്ളിൽ
ദൈവത്തിൻ്റെ പ്രകാശം കണ്ടെത്തുന്ന ഒരാൾക്ക് പരിശുദ്ധ കന്യകയുടെ ഈ ആത്മീയത നമുക്കും രൂപപ്പെടുത്താൻ സാധിക്കും. അതായത് നമ്മൾ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ, ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രകാശത്തിൻ്റെ വസ്ത്രം കിട്ടിത്തുടങ്ങുകയാണ്. അതിനപ്പുറത്തേക്ക് ദൈവം ഉള്ളിലുണ്ട് എന്നതിനപ്പുറത്ത് ഞാൻ ദൈവത്തോടു കൂടെ ആകാൻ കൂടി ശ്രമിക്കുമ്പോൾ, അതായത് ഗോഡ് ഈസ് പ്രസൻറ്റ് ഇൻ മീ ആൻഡ് ഐ ആം ഓൾസോ പ്രസൻറ്റ് ടു ഗോഡ്. ഞാൻ ദൈവത്തോടും സാമീപ്യമുള്ളവനായിരിക്കുന്നു, ദൈവസാന്നിധ്യത്തിൻ്റെ അറിവിൽ ഞാൻ ആയിരിക്കുന്നു, ആ ബോധത്തിലായിരിക്കുന്നു. അങ്ങനെ ആകുമ്പോഴേക്കും ആ പ്രകാശത്തിൻ്റെ വസ്ത്രം നമ്മളിൽ കുറച്ചുകൂടി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. നമുക്ക് ഈ ഒരു അനുഭവത്തെ സഹോദരങ്ങളിലേക്ക് വളർത്താൻ സാധിക്കും. ട്രാൻസ്പാരൻസി, അതായത് ദൈവം കടന്നു വരാൻ, ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വരാൻ സാധിക്കുന്ന ഒരവസ്ഥ, അതായത് സത്യം ആയിരിക്കുന്ന അവസ്ഥ, ഞാൻ എന്നിൽ കലർപ്പില്ലാത്ത അവസ്ഥ, ദൈവത്തിന് എൻ്റെ ഉള്ളിൽ കടന്നു വരാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ആയിരിക്കുവാൻ സാധിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലും എന്നെക്കുറിച്ചും മറ്റ് മുഖങ്ങളില്ലാതെ നിൽക്കാൻ സാധിക്കുന്നു. നമ്മളൊരാളെക്കുറിച്ച് പറയില്ലേ, ട്രാൻസ്പാരൻ്റ് ആണ്. എന്താണ് എൻ്റെ അർത്ഥം? അയാളുടെ ഉള്ളിൽ അയാൾ എന്താണ് അത് തന്നെ അയാൾ നമ്മളോടും കാണിക്കുന്നു. അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാൻ വളരെ രസമാണ്. കാരണം നമുക്ക് അവരെക്കുറിച്ച് ഇൻസെക്യൂരിറ്റി ഇല്ല, ഭയമില്ല. നമുക്ക് അയാൾ പറയുന്നത് തന്നെയാണ് അയാൾ ചിന്തിക്കുന്നതെന്ന് അറിയാം. അയാൾ മനസ്സിലുള്ളത് നമ്മളോട് പറയുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂട്ടുകൂടാൻ നമുക്കിഷ്ടമാണ്. ഈശോ അങ്ങനെ ഒരാളായിരുന്നു. ഈശോയുടെ ഉള്ളിലുള്ളത് ഈശോ മറച്ചു പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞു, ദൈവപിതാവിൽ നിന്ന് ഞാൻ കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഈശോയ്ക്ക് ദുഃഖവും അതിയായ വേദനയും വന്നപ്പോൾ അവൻ വേദനിച്ച് പിതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു നിസ്സഹായത നിമിഷത്തിലും ശിഷ്യന്മാരുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് മടി കാണിച്ചില്ല. തന്നെ ഒളിച്ചു വെക്കാൻ ഒരിക്കലും ഈശോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയ ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ മുമ്പിൽ തുറന്ന മനസ്സ് കാണിക്കുന്ന ഒരാളെ, തൻ്റെ ഉള്ളിൽ തുറന്നു കാട്ടുന്ന ആൾ നമുക്ക് ഇഷ്ടപ്പെടും. ദൈവത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടുത്തെ മുമ്പിൽ ഇങ്ങനെയുള്ളൊരു മനസ്സുള്ളവരാണെങ്കിൽ ദൈവത്തിന് നമ്മളെ ഇഷ്ടപ്പെടും. പരിശുദ്ധ കന്യകയെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം അവൾക്ക് രണ്ട് മുഖങ്ങളില്ലായിരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ദൈവത്തിന് കടന്നു വരാൻ സാധിക്കുന്ന ഒരു ഉള്ളം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്ന ആത്മീയതയാണ് കർമ്മലീത്തർ വളർത്തിയെടുത്തത്. ഇത് 12-ാം നൂറ്റാണ്ടിൻ്റെ നമുക്കറിയാം, മധ്യ കാലഘട്ടം. അപ്പോൾ കുരിശുയുദ്ധവും അതുപോലെ തീർത്ഥാടനവുമൊക്കെ ആയിട്ട് ഇസ്രായേലിൽ വന്ന കുറേ പേര് പിന്നെ തിരിച്ചു പോകേണ്ട എന്ന് വെച്ച് അവിടെ പ്രാർത്ഥനയിലേക്ക് ഉള്ളൊരു ജീവിതത്തിലേക്ക് മാറി. അങ്ങനെ കർമ്മല മലയുടെ താഴ്വരങ്ങളിൽ അവർ ഗുഹകളിലൊക്കെ പാർത്തു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കതൊരു ജീവിത രീതിയാക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിനുള്ളൊരു റൂൾ വിശുദ്ധ ആൽബർട്ട് ഓഫ് ജെറുസലേം നൽകി. അങ്ങനെ അവർ ജീവിച്ച് വന്നപ്പോൾ അവർക്ക് അവരുടെ ആ കൂട്ടായ്മയുടെ ജീവിതത്തെ കർമ്മല മാതാവിന് സമർപ്പിക്കുവാൻ തോന്നി. അവരെന്താ ചെയ്തത്? ഒരു ചെറിയ ചാപ്പൽ പണിത് ആ ചാപ്പലിനെ പരിശുദ്ധ കന്യകയ്ക്ക് സമർപ്പിച്ചു. അവളെ വിളിച്ചത് ദ ലേഡി ഓഫ് ദ പ്ലേസ്. അതായത് അന്നത്തെ ഒരു മിഡീവിയൽ കാലഘട്ടത്തിൽ ഭൂ ഉടമ, ലോർഡ് ആൻഡ് ലേഡി. അപ്പോൾ ലേഡി എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമ, ഞങ്ങൾ അവളെ സംരക്ഷിക്കുന്ന, അവളുടെ കൂടെ നിൽക്കുന്ന അവളുടെ കുടുംബത്തിലെ അംഗങ്ങൾ, അങ്ങനെയുള്ളൊരു ബന്ധം ആണ് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ തന്നെ വിളിച്ചത് ബ്രദേഴ്സ് ഓഫ് ദ ലേഡി ഓഫ് കാർമൽ എന്നാണ്. തങ്ങൾ പരസ്പരം സഹോദരരായിരിക്കുന്നത് പോലെ തന്നെ ഈ അമ്മ അവർക്ക് അമ്മ മാത്രമായിരുന്നില്ല, സഹോദരിയുമായിരുന്നു. എന്താണത്? കർമ്മലിത്തർക്ക് പരിശുദ്ധ കന്യകാമറിയം സഹോദരി കൂടിയാവുന്നത് എങ്ങനെയാണ്? അവർ എന്താണോ ജീവിക്കാൻ ശ്രമിച്ചത്, അതായത് വചനത്തിൽ രാവും പകലും ധ്യാനിക്കുക, അതായിരുന്നു ആ ജീവിത രീതി. അതിന് ഏറ്റവും മനോഹരമായ മാതൃക അവർ പരിശുദ്ധ കന്യകാമറിയത്തിൽ കണ്ടു. പരിശുദ്ധ കന്യകാമറിയം വചനത്തെ മനസ്സിലും ദേഹത്തും ആത്മാവിലും സ്വീകരിച്ചു. മനസ്സിൽ, ഹൃദയത്തിൽ വചനം വളർന്നപ്പോൾ ഉദരത്തിൽ ഈശോയെ വളർത്തി. അങ്ങനെയാണ് അവൾ മാംസം ധരിച്ചത് വചനത്തെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാതൃക പിന്തുടരുവാനായിട്ട് അവരാഗ്രഹിച്ചു. ഉത്തമ ശിഷ്യയായിട്ട് അവളെ മുന്നിൽ കണ്ടുകൊണ്ട് അവളെപ്പോലെ വചനത്തിൻ്റെ ശിഷ്യരാകുവാനായിട്ട്
അവർ പരിശ്രമിച്ചു. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം മറ്റ് ശിഷ്യന്മാരെല്ലാവരും പതറിപ്പോയപ്പോഴും കുരിശിന്റെ വഴിയിലേക്ക് വന്നു നിന്നു. ഈശോ പറഞ്ഞിരുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എല്ലാ ശിഷ്യന്മാർക്കും അത് ആദ്യം സാധിച്ചില്ല. അവർ പതറിപ്പോയപ്പോഴും കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ കന്യകാമറിയം ശിഷ്യത്വത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃകയായി നിന്നു. ഈശോയുടെ കുരിശിനോട് സഹനത്തോട് ചേർന്ന് നിന്നു. അപ്പോൾ ഈശോയുടെ ഈ സഹനത്തിന്റെ വചനം സ്വീകരിച്ച ശിഷ്യ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയം കർമ്മലിത്തർക്ക് ഏറ്റവും മനോഹരമായ മാതൃകയായി. അങ്ങനെ കർമ്മലിത്തരുടെ ആത്മീയ വഴിയിലെ മൂത്ത സഹോദരി, ഉത്തമ ശിഷ്യ എന്ന രീതിയിലാണ് ബ്രദേഴ്സ് ഓഫ് ദ ബ്ലസ്സഡ് വെർജിൻ മേരി എന്ന്, ബ്രദേഴ്സ് ഓഫ് അവർ ലേഡി എന്ന് കർമ്മലിത്തര് പരിശുദ്ധ കന്യകാമറിയത്തെ വിളിച്ചത്. നമുക്ക് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ആത്മീയതയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഒത്തിരിയെ ഭക്തി വെറുമൊരു ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളും, ദൈവം എനിക്ക് രക്ഷ നൽകും എന്ന ഒരു വിശ്വാസം മാത്രമല്ല. അതിനപ്പുറത്തേക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള വിളി, ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാനുള്ള വിളി, നമ്മൾ സ്വയം വചനത്തിൽ നിറയാനും വചനത്തിൻ്റെ വഴിയിൽ, കുരിശിൻ്റെ വഴിയിലേക്ക് നടക്കുവാനുമുള്ള വിളി, അങ്ങനെ നമുക്ക് ദൈവത്തെ ഉൾക്കൊള്ളാനും പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു വിളിയായിട്ട് മാറുന്നു. നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടക്കാം. പരിശുദ്ധ കന്യകാമറിയം സ്നേഹത്തോട് നമുക്ക് നൽകുന്ന ഈ അവളുടെ മേലങ്കി, പ്രകാശവസ്ത്രം, വിശുദ്ധ വസ്ത്രം നമുക്കും സ്വീകരിക്കാം. അതിന് അനുസരിച്ച് അതിൻ്റെ അന്തസ്സിനും അതിൻ്റെ മഹത്വത്തിനും ചേരുന്നവരായിട്ട് നമുക്കും ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.